ഹലോ, പത്ത് സമ്പ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ പുതിയ അപ്ഡേറ്റ്, എന്താണ് കാര്യങ്ങളൊന്നും പറയാത്തത്, എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. വീഡിയോ ഇടാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ലായിരുന്നു ഞങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നിപ്പോൾ ഞങ്ങളൊരു വീട് വൃത്തിയാക്കാൻ വന്നതാണ്. ഇത് നമ്മളെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ചുരമലുള്ളവർക്ക് നമ്മൾ വീട് വൃത്തിയാക്കിയിട്ട് അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞങ്ങളെല്ലാവരും കൂടെ. നമ്മളെ ഫാമിലിയിൽ പെട്ട തന്നെയാണ് കേട്ടോ. അവരും ചുരമ്മൽ തന്നെയായിരുന്നു. അവരെ വീട്ടിലേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർക്കും കുറച്ച് സമയത്തിന് വീടൊക്കെ ഒന്ന് റെഡി ആവണ വരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട് തന്നെയാണ് ഇത് പഴയത്. അപ്പോൾ ഇത് കുറേ കാലം നമ്മളിത് പൂട്ടിയിട്ടതുകൊണ്ടേ ആകെ എരപ്പായിട്ട് കിടക്കുകയായിരുന്നു. ഷീറ്റൊക്കെ പഴയ ഷീറ്റാണ്. അപ്പം ചോരുന്നുണ്ട്. അപ്പം മേലെയൊക്കെ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് ചോരാത്ത രീതിയിലൊക്കെ ആക്കി ചുറ്റുഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ്. അപ്പം എല്ലാവരും ഉണ്ട്. ഞങ്ങൾ രാവിലെ വന്നു. അപ്പോൾ ഒന്ന് ഷീറ്റിൻ്റെ മേലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ചെക്കന്മാരൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് വലിയൊരു ഫ്ലെക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് അപ്പോൾ നമ്മളിത് ഈ വീട്ടിലേക്ക് അങ്ങനെ വരലില്ല. നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഭയങ്കര മഴയല്ലേ, നമ്മൾ വൃത്തിയാക്കി ഇട്ടാലും ഈ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് കച്ചറ പൊന്തും. അപ്പോൾ പിന്നെ നമ്മളിങ്ങോട്ട് വരലില്ല. നമുക്കിത് കുറച്ച് ദൂരമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീടും ഈ വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരലില്ല. അപ്പോൾ നമ്മൾ ഇതിവിടെ ക്വാർട്ടേഴ്സൊക്കെ കെട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. മുമ്പ് വാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊഴിഞ്ഞതിന് ശേഷം ഇത് ചോരുന്നൊക്കെ ആയതുകൊണ്ട് പണിയൊക്കെ തീർത്തിട്ട് വാടകയ്ക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതേതായാലും ഇങ്ങനൊരു രീതിയിൽ ഉപകാരപ്പെട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടപ്പം അതിലും എന്നോട് കുറേ ആൾ ചോദിച്ചു, പിന്നെ നിങ്ങളുടെ ഫാമിലീനെ എല്ലാവരെയും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, എല്ലാവരും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരാളെയും കൂടെ കിട്ടാനുണ്ട്. അത് ഇനി എന്താവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി വരികയാണ്. എല്ലാവരും മനസ്സൊന്ന് സ്ട്രോങ് ആക്കി വരികയാണ്. സാധാ ജീവിതത്തിലേക്ക് എല്ലാവരും വന്ന് തുടങ്ങി. ഇപ്പം പിന്നെ എല്ലാവരും ഇപ്പോൾ ഇവിടെയുള്ള മൊത്തം ആൾക്കാരും മേപ്പാടി ഈ ഒരു വശത്തുള്ള മൊത്തം ആൾക്കാരും അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. നമുക്ക് മനുഷ്യന്മാരല്ലേ, നമുക്ക് മറന്നേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും. വീട്ടിലുള്ളവരെ കാര്യമൊക്കെ കഷ്ടം തന്നെയാണ്. കാരണം ഓരോരുത്തർക്ക് പ്രഷർ കൂടിയിട്ടാണെങ്കിലും പനിച്ചിട്ടാണെങ്കിലും ഒക്കെ വെയ്യാണ്ട് കിടക്കുക തന്നെയാണ്. വീട്ടിലുള്ളവരെ അവസ്ഥ അതാണ് കേട്ടോ. പക്ഷേ നമ്മൾ അതിനൊക്കെ അതിജീവിക്കും. നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്ത് വരും. പിന്നെ ഈ ദുരിതത്തിലായിട്ടുള്ള കുടുംബങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവരും സഹായമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ റിലീഫ് സെൻ്ററുകളുണ്ട്, മേപ്പാടി ടൗണിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കിട്ടും. ഇപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലൊന്നുമില്ല. ഞങ്ങൾ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിത്തിരി കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ട് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ റിലീഫ് സെൻ്ററിൽ പോയി പറഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടാത്തതാണെങ്കിൽ അത് ഞങ്ങളൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യും. അതൊന്നല്ല ഇപ്പോൾ വലുത്. നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അല്ല, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇവർക്കിപ്പോൾ ഇതിൽ നിൽക്കാവുന്ന ഇവർക്ക് പിന്നെ വീടിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ചൂരമല ടൗണിൽ തന്നെയാണ് അവർ. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു കിണറും ഒക്കെ മൂടിപ്പോയി. വീട് അങ്ങനെയുണ്ട്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാലേ അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാലേ അങ്ങോട്ട് പോക്ക് നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ അവിടെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് തികയാതെ വന്നപ്പോൾ കുറച്ചും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കടയിലേക്ക് വന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി. മഴ വരുന്നുണ്ടായിരുന്നു, നല്ല മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വന്നിരുന്നു. അപ്പോൾ മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഇടാൻ മഴ പെയ്യുമ്പോഴത്തേനും വിചാരിച്ചിട്ട് പണികൾ തീർക്കാണ് കേട്ടോ. ഞങ്ങളെ കൂടെ ഒരു കുഞ്ഞാപ്പയും വന്നിട്ടുണ്ട്. അവനെ കാറിലിട്ടിട്ട് അല്ലാണ്ട് മുറ്റത്തൊക്കെ നിറയെ പുല്ലായതുകൊണ്ട് അവനെ കാറിലിട്ടിട്ടാണ്. അപ്പോൾ അതിലിരുന്ന് കുരുത്തക്കേട് കളിക്കാണ്ട് അവന്. പിന്നെ ഇവിടുത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരമലയിലൊക്കെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും ബോഡി കിട്ടുന്നുണ്ട്. ഇന്നും ബോഡി കിട്ടിയിട്ടുണ്ട്. ഇന്ന് 5-ാം തീയതിയാണ് ആഗസ്റ്റ്. ഇന്നും കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ആളുകളുണ്ട്. ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ പണി ആയതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ തിരിച്ചറിയാത്ത ബോഡികളൊക്കെ നമ്മൾ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വയനാട്ടിൽ തന്നെ പൊതു ശ്മശാനത്തിൽ സർവ്വമത പ്രാർത്ഥനയോട് കൂടിയിട്ട് അടക്കുക. നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് തിരിച്ചറിയാത്തത് ചെയ്യുന്നത്. ഞങ്ങൾ ഇനിയും തിരിച്ചറിയുമോ നോക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പുതിയ ബോഡികളൊക്കെ വരുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്.
പക്ഷേ ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാത്തതിന് ചെറിയൊരു കാരണം കൂടിയുണ്ട്. അവിടെ കള്ളന്മാരുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട്, അണ്ണന്മാരോ അങ്ങനെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട് ഈ ബോഡിയിൽ നിന്നൊക്കെ കിട്ടുന്ന സ്വർണ്ണമൊക്കെ മാറ്റി വെക്കുക. ഞങ്ങൾക്ക് അടയാളം എന്ന് പറയുന്നത് അവളിട്ട ചെറിയ മോതിരം, അവളിട്ട മാല, അവളെ കാതിൽ കിടക്കണ കമ്മൽ, ഇതൊക്കെയാണ് ഞങ്ങളടുത്ത് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ. ഇതൊക്കെ ഇവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും പടച്ചോൻ കൊടുത്തോളും. കാരണം ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നവർക്കൊക്കെ അതൊന്നും ഉപകാരത്തിൽ പെടാൻ പോണില്ല. കാരണം അത്രയും കണ്ണീരുണ്ട് അതിൻ്റെ മേലെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.